ദൈവനാമത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ജീസസ് ഫാമിലിയുടെ ക്രിസ്മസ് ദിന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം നൽകിയല്ലോ. നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ആരോഗ്യത്തെ നൽകി. ദൈവം ചെയ്തതായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയന്മാരോട് ദൂതൻ പ്രഖ്യാപിക്കുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ജനിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്ന നന്മകളെ അവിടെ കാണുവാൻ കഴിയും. ദൂതൻ വിളിച്ചു പറയുന്നത്, ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനം, അതെ, ഭയം വേണ്ട. രക്ഷയുടെ സന്ദേശം, സമാധാനത്തിൻ്റെ സന്ദേശം, സന്തോഷത്തിൻ്റെ സന്ദേശം യേശു ക്രിസ്തു നമുക്കായി നൽകപ്പെട്ടു. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും വലിയ ദാനം മാനവകുലത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. നാം ഓരോ ദിവസവും അത് അനുഭവിച്ചറിയുന്നവരാണ്, അതിൽ സന്തോഷിക്കുന്നവരാണ്. ഇന്നും നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിൽ സന്തോഷിപ്പാനിടയാകട്ടെ. ശുശ്രൂഷകളെ ദിവസങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രത്യേക ദിന പ്രോഗ്രാം ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പ്രിയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീസസ് ഫാമിലിയുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് സാവകാശം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്ര വലിയ സന്തോഷം, ഇത്ര വലിയ ആനന്ദം ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അങ്ങ് അങ്ങയുടെ പൊന്നുപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വിധത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വലിയ ദാനത്തിനായി, പറഞ്ഞു തീരാൻ കഴിയാത്ത മഹാദാനത്തിനായി, ശ്രേഷ്ഠദാനത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ശുശ്രൂഷകളെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ യേശു കർത്താവ് ജനിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളേവം ഞങ്ങളുടെ ആത്മാവിനാൽ ഭരിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പിതാവ് ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിനിടയെ നാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയെ നാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര,
നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. പാപികൾക്കായി വലഞ്ഞലഞ്ഞതും ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും ആർനായക നീയല്ലാതാരുമില്ല. പാപികൾക്കായി വലഞ്ഞലഞ്ഞതും ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും ആർനായക നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. നീക്കിടുവാൻ എല്ലാ പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താ നീയല്ലാതാരുമില്ല. നീക്കിടുവാൻ എല്ലാ പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താ നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. ഓ യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ നീയല്ലാതാരുമില്ല. ദൈവ മഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല.
യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. ചേർന്ന് അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളു യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായ യേശു എൻ കൂടെ ഉള്ളതിനാ എന്തോരാനന്ദമേ നാഥ, ജീവിത സൗഭാഗ്യമേ. നല്ല സ്നേഹിതനായ യേശു എൻ കൂടെ ഉള്ളതിനാ എന്തോരാനന്ദമേ നാഥ, ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അന്ത്യത്തോളം നിൻ ക്രൂശിൻ്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണമായി നിനക്കായി ശോഭിപ്പാൻ. ചേർന്ന് അന്ത്യത്തോളം നിൻ ക്രൂശിൻ്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണമായി
നിനക്കായി ശോഭിപ്പാൻ പകരു ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാ വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നിതാ പകരു ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാ വിശ്വസ്തദാസനായ എന്നെ തൃക്കൈയിൽ തരുന്നിതാ പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം ചേർന്ന് പാടിടൂ പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര ചേർന്ന് പാടിടൂ പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അപ്പാ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകലിൽ അങ്ങയുടെ നാമത്തെ ഘോഷിക്കുന്നു. നീ മാത്രം ജീവനുള്ള ദൈവം. ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കാൽവരി ക്രൂശിൽ ഞങ്ങളെ തന്ന് വീണ്ടെടുത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ്, ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് ഇന്ന് അങ്ങ് അവിടെ ഹൃദയങ്ങളിൽ ജനിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താദി കർത്താവായി സ്വീകരിക്കുവാൻ, രാജാദി രാജാവായി സ്വീകരിക്കുവാൻ കർത്താവ് ഇന്ന് പകൽ അവരെ സഹായിക്കണമേ. യഥാർത്ഥമായുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കുവാൻ ദൈവമേ അവരുടെ അകത്ത് നീ സംസാരിക്കണമേ. ഇന്നത്തെ ദിവസം അവരുടെ ലൈഫിൽ ഒരു അനുഗ്രഹമാകണമേ. ഈ സീസൺ അവർക്കൊരു അനുഗ്രഹമാകണം. ഇന്ന് പകലിൽ ഈ ആരാധനയും ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം മറക്കാനാവാത്ത ഒരു ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫ് മാറുന്ന, അവരുടെ സീസണുകൾ മാറുന്ന, അവരുടെ കുടുംബജീവിതത്തിൻ്റെയും എല്ലാ മേഖലയിലും മേലും ഒരു വലിയ മാറ്റവും സന്തോഷവും ഉല്ലാസവും കൊടുക്കുന്ന ദിവസങ്ങളാക്കി നീ അവരെ മാറ്റണമേ. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന് സ്തോത്രം, പുത്രനാം ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഒരു ക്രിസ്മസ് സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്മസ് മുമ്പ് നാം ആഘോഷിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച ക്രിസ്മസിനേക്കാൾ വളരെ വിഭിന്നമായിരിക്കട്ടെ, അനുഗ്രഹത്തിൻ്റേതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ സംഭവകഥ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് കാലത്ത് രാജ്ഞിമാർ പ്രസവിക്കുന്ന സമയത്ത് അവരൊരിക്കലും ഒറ്റയ്ക്കായിരിക്കത്തില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ തന്നെ, പ്രത്യേകിച്ച് മാസങ്ങൾ അടുത്തടുത്ത് വരും തോറും അവരുടെ ചുറ്റും എപ്പോഴും കുറേ സ്ത്രീകളുണ്ടാവും. പ്രസവവേദന തുടങ്ങിക്കഴിയുമ്പോൾ രാജവൈദ്യന്മാർ, പുരുഷന്മാർ വരും, സ്ത്രീകൾ വരും. പ്രസവ സമയ വേദന തുടങ്ങിക്കഴിയുമ്പോൾ മന്ത്രിമാർ വരും അവിടെ ഇരിക്കാൻ. കാരണം ജനിച്ചത് മരിച്ച ഒരു കുഞ്ഞാണെങ്കിൽ അതിനെ വെച്ച് മാറരുത്, അവർക്കിഷ്ടമുള്ള ഒരാളിനെ ആക്കി കളയരുത്. പെണ്ണാണെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ആണാകരുത്. കാരണം എല്ലാവരുടെയും വിചാരം രാജാവിന് ഒരു ആൺകൊച്ചുണ്ടാകണം, അനന്തരാവകാശിയായിട്ട് ഒരു രാജകുമാരനായിട്ട് ഒരാളുണ്ടാകണം. ഇതാ യഥാർത്ഥ സംഭവകഥ. 1661 നവംബർ 1 ഫ്രാൻസിൻ്റെ രാജാവ്
ലൂയിസ് രാജാവ്, 14ാമത്തെ ലൂയിസ് രാജാവിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. രാജ്ഞിയുടെ പേര് ക്വീൻ മേരി തെരേസ. സ്പെയിൻകാരിയാണ്, സ്പാനിഷുകാരിയാണ്. അവർക്ക് പ്രസവവേദന തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പുരുഷന്മാർ വന്നു, വൈദ്യന്മാർ വന്നു, നേരത്തെ ഉണ്ട്, വൈദ്യന്മാരെല്ലാവരും വന്നു, മന്ത്രിമാരെല്ലാവരും വന്നു. അടച്ചിട്ടുന്ന മുറിയിലേക്ക് രാജകുമാരികൾ പ്രഭുക്കന്മാർ വന്നു, അവരുടെ ഭാര്യമാർ വന്നു, അവർ വിറ്റ്നസ്സായിട്ട്. കാരണം വെച്ച് മാറിയിട്ടില്ല, ഇത് രാജാവിൻ്റെ തന്നെ കുഞ്ഞാണെന്ന് നോക്കാൻ. അന്നത്തെ കാലത്ത് രക്തം നോക്കാനോ DNA നോക്കാനുള്ള ഇടപാടൊന്നുമില്ല. ആൾക്കാർ, ഈ കൂടി വന്നിരിക്കുന്ന പുരുഷന്മാരുമൊക്കെ ആ സ്ത്രീയെ കൂടുതൽ ഭയപ്പെടുത്തും. ഇന്നത്തേതുപോലെ വളരെ അഡ്വാൻസ്ഡ് അല്ല അന്നത്തെ രാജ്യം കേട്ടോ. അന്നത്തെ ആളുകൾ എല്ലാവരും കൊട്ടാരത്തിൻ്റെ താഴത്തെ, ഇത് മേളത്തെ നിലയിലാണ്, താഴത്തെ നിലയിൽ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് സ്പെയിനിൽ നിന്ന് വന്ന പാട്ടുകാർ, അവരുടേതായിട്ടുള്ള പാട്ടുണ്ട്, അവരുടേതായിട്ടുള്ള കൊട്ടുണ്ട്, അവരുടേതായിട്ടുള്ള വാദ്യങ്ങളുണ്ട്, അതെല്ലാം മുഴക്കുകയാണ്. കാരണം ഈ രാജ്ഞിയെ സഹായിക്കാനായിട്ട്, പ്രസവിക്കാൻ സഹായിക്കാനായിട്ട്. അവർക്കിതിൻ്റെ എല്ലാം ലജ്ജ കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ്, എനിക്ക് പ്രസവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി. അന്ന് പ്രസവം ഒരു വല്ലാത്ത അനുഭവമാണ്. രോഗാണുക്കൾ എല്ലായിടത്തും ഉണ്ട്, വെള്ളമൊന്നും ശുദ്ധിയുള്ളതല്ല കിട്ടുന്നത്, കിടക്കകളൊന്നും ശരിയല്ല. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് 3 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മരിക്കും, രാജകൊട്ടാരത്തിലും മരിക്കും. ഹല്ലേലൂയ. 1 വയസ്സാകുന്നതിന് മുമ്പ് 3-ൽ ഒരു കുഞ്ഞ് മരിച്ചിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, രാജാവിന് ഒരു ആൺകൊച്ചിനെ കൊടുക്കണമേ, കിരീടാവകാശിയായിട്ട് കൊടുക്കണമേ. 12 മണിക്കൂർ എടുത്ത പ്രസവവേദന. അവിടെ നിൽക്കുകയാണ് ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും. ഹല്ലേലൂയ. ഒടുവിൽ ജനിച്ചു, ഒരാൺ സന്താനം ജനിച്ചു. ആ കുഞ്ഞിന് അവർ പേരിട്ടു ലൂയിസ് ഡി ഫ്രാൻസ്. വെബ് പേജിൽ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് രാജാവിൻ്റെ ശുശ്രൂഷകർ, അവിടെ നിന്ന് പട്ടാളക്കാർ അവിടെ നിന്ന് വെളിയിലേക്ക് കൊടുത്തു. അവരെല്ലാവരും തൊപ്പി ധരിച്ചിരിക്കും. അന്ന് ഫ്രാൻസിലുള്ളവരെല്ലാവരും തൊപ്പി ധരിച്ചിരിക്കും. അവരവരുടെ തൊപ്പിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു. അതിൻ്റെ അർത്ഥം രാജാവിന് ഒരാൺകുഞ്ഞ് കിരീടാവകാശിയായിട്ട് ജനിച്ചിരിക്കുന്നു. പെങ്കൊച്ചാണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഹല്ലേലൂയ. പ്രഭാവശാലിയായ 14ാമത്തെ കിങ് ലൂയിസ് കൊട്ടാരത്തിന് വെളിയിൽ നിന്നവർ വിളിച്ചു പറഞ്ഞു, രാജ്ഞി ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നത്. ക്വീൻ ഹാസ് ഡെലിവേർഡ് എ ബേബി ബോയ്. ഹല്ലേലൂയ. അവർ ഈ സ്വാർത്ഥയുമായിട്ട് നടന്നു. അവരവിടെ എല്ലാവരും ഓടി, താഴെ നിന്നവർ അവരെല്ലാവരും ഓടിയിട്ട് അവരെല്ലാവരും തൊപ്പിയെടുത്ത് എറിഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞു? രാജാവിന് ഒരാൺ സന്താനം ജനിച്ചിരിക്കുന്നു, രാജകുമാരൻ ജനിച്ചിരിക്കുന്നു. സന്ധ്യയാകുന്നതിന് മുമ്പ് ഫ്രാൻസിലുള്ളവരെല്ലാവരും അറിഞ്ഞു ഒരാൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ 2023 വർഷങ്ങൾക്ക് മുമ്പ് രാജാതിരാജാവായ പ്രഭുക്കന്മാരിൽ പ്രഭുവായിട്ടുള്ള യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു. അന്ന് അവിടെ ഒരു നേഴ്സ് ഇല്ലായിരുന്നു, അന്ന് അവിടെ ഒരു പതിച്ചി ഇല്ലായിരുന്നു, ഒരു മിഡ് വൈഫ് ഇല്ലായിരുന്നു, അവിടെ അമ്മയോ അമ്മായിയമ്മയോ ഇല്ലായിരുന്നു. ആരുണ്ടായിരുന്നു സാക്ഷി? കുറച്ച് പശുക്കളും ആടുകളും പിന്നെ യോസഫും മാത്രം. രാജകുടുംബത്തിലെ ആൾക്കാർ ഫ്രാൻസിലെ രാജകുമാരൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ രാജാവിൻ്റെ ജനനം, രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ദൂതൻ വിളംബരം ചെയ്തു, മഹാരാജാവ് വരുന്നു. കേട്ടാട്ടെ, എഴുതിയെടുക്കാം. 1, സക്കറിയ പുരോഹിതനോട് ജനിക്കുന്നതിന് മുമ്പ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് സക്കറിയ പുരോഹിതനോട് പറഞ്ഞു, മശിഹ ജനിക്കും. 2, യേശുവിൻ്റെ അമ്മ മറിയയോട് പറഞ്ഞു, ലൂക്കോസ് 1-ന്റെ 28 മുതൽ 35 വരെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ജനിക്കുന്നതിന് മുമ്പ്. 3, മറിയയുടെ പ്രതിഷ്ഠിത വരൻ ഭാവിയിൽ ഉണ്ടാകാനുള്ള ഇംഗ്ലീഷിനകത്ത് ഫിയാൻസ് എന്ന് പറയും, FIANCE, ഫിയാൻസ്. സ്ത്രീയാണെങ്കിൽ ഫിയാൻസി. ഫിയാൻസിനോട് ഞാൻ പറഞ്ഞു, പ്രതിഷ്ഠിത വരനോടും പറഞ്ഞു, മത്തായി 1-ന്റെ 18 മുതൽ 24 വരെ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ പേര് യേശു എന്ന് പേരിടണം. ആരാ പറഞ്ഞു കൊടുത്തത്? സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദൂതനായ, പ്രധാന ദൂതനായ ഗബ്രിയേലിനെ പറഞ്ഞിരിക്കുന്നു. കമാൻഡറായിട്ടുള്ള ഗബ്രിയേലിനെ പറഞ്ഞു. ആരാണ് പേരിട്ടത്? അന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിന് പേരിടുന്നത് അപ്പനാണ്. യേശുവിൻ്റെ പേരാരാണ് ഇട്ടത്? അപ്പൻ. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം, അവൻ മകനെ പ്രസവിക്കും വരെ യോസഫ് അവനെ മറിയെ അറിഞ്ഞില്ല. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് നിത്യകന്യകയായിരുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ വേണമെങ്കിൽ പഠിപ്പിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പഠിപ്പിക്കുമോ അതെനിക്കറിയാം. എൻ്റെ വിഷയം അതല്ല. അതുവരെ അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം അതിനുശേഷം അറിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, യേശു ജനിച്ചു. ലൂക്കോസ് 2-ന്റെ 1 മുതൽ 7 വരെ. എവിടെയാണ് ജനിച്ചത്? അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. ചിലർ പറയും വഴിയിൽ വെച്ച് ജനിച്ചു, പശുത്തൊട്ടി കൊണ്ട് കിടത്തി. അല്ല, ചിലർ പറയും അല്ല അവിടെയാണ് ജനിച്ചതെന്ന് പറയും. ഏതായിരുന്നാലും ശരി, നമ്മളതിന് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവൻ ജനിച്ചു.
3, രാജാവിൻ്റെ ജനനം, രാജകൊട്ടാരത്തിലെ സൈന്യാധിപൻ, പ്രധാന ദൂതൻ എല്ലാവരോടും പറഞ്ഞു. ഗബ്രിയേൽ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ സാധാരണക്കാരോട് പറഞ്ഞു. ആട്ടിടയന്മാർ സാധാരണക്കാരോട് പറഞ്ഞു. 2, സ്വർഗീയ സൈന്യത്തിലെ ഒരു സംഘം, ഒരു പട്ടാളം, ഒരു കൂട്ടം മുഴുവൻ. ലൂക്കോസ് 2:13-14 സർവ്വജനത്തോടും പറഞ്ഞു. ഇതെല്ലാം മറിയ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. നാമും ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കണം. അന്നത്തെ കാലത്ത് എഴുതാൻ മാർഗമില്ലായിരുന്നു. ഇന്ന് നമുക്ക് നോട്ട്ബുക്കുണ്ട്. ഇന്ന് നമുക്ക് ബൈബിളിൻ്റെ അവസാനവും ആദ്യമൊക്കെ കുറച്ച് പേജുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒക്കെ എഴുതി വെക്കണം. ദൈവം എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ, ഹല്ലേലൂയ. ആർക്കൊക്കെയാണ് സന്ദേശം കിട്ടിയത്? ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പേ കുറച്ച് പേരോട്, ജനിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരോട്, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൈന്യം സകലരോടും പറഞ്ഞു. 3, നീതിമാനായ ശിമിയോനോട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെ നീതിമാനായ ശിമിയോനോട്. ദൈവാലയത്തിൽ ഉണ്ടായിരുന്നവരോടെല്ലാം പറഞ്ഞു. ആരാ ഇനിയും കേൾക്കാനുള്ളത്? ഹല്ലേലൂയ. 34-35 അവൻ പറയുന്നുണ്ട്, അവൻ കുരിശ് കണ്ടു. യേശുവിൻ്റെ ജനനം വാസ്തവത്തിൽ എന്താണ്? ഇതാ മരിക്കാനായിട്ടൊരു മശിഹ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെള്ളിയാഴ്ച നമുക്ക് സന്തോഷമുള്ളതായിരിക്കണം. ക്രിസ്മസ് നമുക്ക് ദുഃഖമായിരിക്കണം. നമ്മുടെ മശിഹ ജനിച്ചു. ഹല്ലേലൂയ. എന്തിന്? അവൻ മരിക്കാനായിട്ട് ജനിച്ചു. മാത്രമല്ല ഹന്ന പ്രവാചകി, ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 36-38 അവർ സകലരോടും പറഞ്ഞു. പുരോഹിതന്മാരോട് പറഞ്ഞു, മഹാപുരോഹിതനോട് പറഞ്ഞു, സകലരോടും പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഗ്ദല ആദ്യത്തെ സുവിശേഷ പ്രസംഗി ആരാണ്? ഹന്നായാണ്. 84 വയസ്സുള്ള ഹന്നായെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ചു. ആദ്യത്തെ സുവിശേഷം മഗ്ദല മറിയയാണ് യേശു അയച്ചത്. പക്ഷേ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് ഹന്ന എന്ന പ്രവാചകിയാണ്. 5-ാമത്തെ കാര്യം, വിദ്വാൻമാർ എന്ന് രാജാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം, മത്തായി 2:1 മുതൽ 12 വരെ. രാജാവിനോടും ആരാണ് അറിയാതിരുന്നത്? ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തു, ചില മനുഷ്യരും ചെയ്തു. പക്ഷെ നാമോ ലോകത്തിലുള്ള അന്ന് ഉണ്ടായിരുന്ന സകലരും അറിഞ്ഞു. ഇന്ന് നാം ഇത് പറയുന്നില്ല. മത്തായി എന്നിട്ട് ചാക്കോച്ചൻ്റെ വീട്ടിൽ ചെന്ന് പറയും, ആങ്കൊച്ചുണ്ടായ രൂപയോ, ആങ്കൊച്ചുണ്ടായ രൂപ തന്നോട്ടെ. ഒരിക്കൽ മാങ്ങാനത്ത് ഒരു ആശ്രമമുണ്ട്. മർത്തോമക്കാർ നടത്തുന്നതാണെന്ന് അതോ സീസക്കാരുടെ ആണെന്ന് അറിയാൻ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അവിടെ പ്രസംഗിക്കാനായിട്ട്, ക്രിസ്മസിന് പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, മത്തായി എന്നിട്ട് മർക്കോസിൻ്റെ വീട്ടിൽ ചെന്ന് പറയും, ആങ്കൊച്ചുണ്ടായ രൂപയോ, ഞങ്ങൾ പോയിക്കോളാം. പിന്നെ പാനരം പറയും, സന്തോഷ സൂചകമായി തന്നതു സ്വീകരിച്ചു, ബാലേര ഞങ്ങളിതാ പോകുന്നു, രൂപയ്ക്ക് നന്ദി പറഞ്ഞു പോകുന്നു. ആരോടാ പറയുന്നത്? എന്തുകൊണ്ട് നാം കൃഷ്ണൻകുട്ടിയോട് പറയുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ മുഹമ്മദ് കോയോട് പറയുന്നില്ല? എന്തുകൊണ്ട് ഒരു പോറ്റിയോട് പറയുന്നില്ല? എന്തുകൊണ്ട് കള്ളു കുടിച്ച് നടക്കുന്ന തോമസിൻ്റെ ഒക്കെ പറയുന്നില്ല? നമ്മൾ ആരുടെ വീട്ടിലാണ് പോകേണ്ടത്? ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത്, ഡൽഹിയിൽ ഇപ്പോഴും താമസിക്കുന്ന ഡൽഹിയിലാണ്, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അസംബ്ലീസ് ഓഫ് ഗോഡുകാർ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അസംബ്ലീസ് ഗോഡ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇംഗ്ലീഷ് പാട്ട് പഠിക്കാനായിട്ട് ഞാൻ അവരെ വിട്ടതാണ്. അവിടുത്തെ ചർച്ചിലുള്ളവരെല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് ഇതുപോലെ ആങ്കൊച്ചുണ്ടായ യേശു ജനിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവരെല്ലാം കൂടെ കയറ്റി ഇരുത്തി. അവർക്കെല്ലാവർക്കും ഞങ്ങൾ ചായ കൊടുത്തു, വേറെ ഏതാണ്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ വന്ന്? എനിക്കത് അറിയാൻ വയ്യാത്ത കാര്യമാണോ? എന്തുകൊണ്ട് താഴത്തെ വീട്ടിൽ പറയുന്നില്ല? എന്തുകൊണ്ട് അടുത്ത വീട്ടിൽ പറയുന്നില്ല? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്. യേശുക്രിസ്തു ജനിച്ചു അന്നറിയാവുന്ന ലോകത്തുള്ള സകലരോടും ദൈവദൂതന്മാരും മനുഷ്യരും പറഞ്ഞു. പക്ഷേ നാം ഇത് പറയുന്നില്ല. ആരുടെ വീട്ടിലാണ് പോകുന്നത്? എല്ലാവർക്കും അറിയാവുന്നവരുടെ വീടുകളിലാണ്. നമ്മൾ ആരുടെ വീട്ടിലാണ് പോകേണ്ടത്? ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലെ ഡോക്ടറുടെ വീട്ടിൽ പോകണം, ഗവൺമെൻറ് ഡോക്ടറുടെ വീട്ടിൽ പോകണം, നിങ്ങളുടെ നാട്ടിലെ കളക്ടറുടെ പോകണം, നിങ്ങളുടെ നാട്ടിലെ MP പാർലമെൻറ്റുമാരുടെ പോകണം, നിങ്ങളുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ പോകണം. അനുവാദം ചോദിച്ചിട്ട് പോകണം കേട്ടോ. ഒരു നോട്ടീസ് എഴുതി കൊടുത്തിട്ട് പോകണം, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു വെച്ച്. രൂപ എന്നാൽ വാങ്ങിക്കരുത് കേട്ടോ. രൂപ എന്നാൽ വാങ്ങിക്കരുത്. ഹല്ലേലൂയ. രൂപ എന്നാൽ വാങ്ങിക്കരുത്. രൂപ വാങ്ങിക്കാനല്ല പോകുന്നത്. പിന്നെ എന്തിനാണ് പോകുന്നത്? സുവിശേഷം പ്രസംഗിക്കാൻ. അവരാരും രൂപ ചോദിച്ചില്ല. ദൈവദൂതന്മാരും ചോദിച്ചില്ല, മനുഷ്യരും ചോദിച്ചില്ല, ഹന്നാ പ്രവാചകനും ചോദിച്ചില്ല, ശിമിയോനും ചോദിച്ചില്ല. ഈ പോയ വിദ്വാൻമാരും കൊടുക്കാൻ പോയവരാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും. പക്ഷേ ഇന്നത്തെ ക്രിസ്മസ് എന്താണ്? വെടി, മദ്യം, ക്രിസ്മസ് കാർഡ് അയക്കുന്നു, കേക്ക് മുറിക്കുന്നു, കരോളിന് പോകുന്നു. നമ്മളിതെല്ലാം നിർത്തിയിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ക്രിസ്മസ്. അതായിരിക്കണം. 2-ാമത്തെ സന്ദേശം, 1963 നവംബർ 22-ാം തീയതി അമേരിക്കയുടെ 35-ാമത്തെ പ്രസിഡന്റ് ജോൺ F. കെന്നഡി പ്രസിഡന്റിന് ചേർന്ന വാഹന സമൂഹത്തിൻ്റെ മായിട്ട് പോവുകയാണ്. മുമ്പിൽ പട്ടാളം, പുറകിൽ പട്ടാളം. അദ്ദേഹം ഒരു തുറന്ന വണ്ടിക്കകത്ത് യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ പോകുന്ന സമയത്ത് ഡാളസ് വെച്ചായിരുന്നു, ടെക്സസിലെ, അമേരിക്കയിലെ ടെക്സസിലെ ഡാളസ് വെച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് 12:30 ഹാലലിയ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അന്ന് തന്നെ ടെലഫോൺ സകലരും ലോകത്തുള്ളവരെല്ലാം അറിഞ്ഞു. 24 മണിക്കൂറിനകത്ത് പത്രത്തിനകത്തൂടെയും ടെലഫോണിനകത്തൂടെയും ലോകം മുഴുവനോ അറിഞ്ഞു. 24 മണിക്കൂറിനകം. ഇത് 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ ഡൽഹിയിൽ വെച്ച് വെടിവെച്ച് കൊന്നു ഒരാൾ. 5:40 വൈകുന്നേരം 5:40 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ലോകം മുഴുവൻ വിറങ്ങലിച്ചു. ജോൺ എഫ് കെന്നഡിയെ പോലല്ല മഹാത്മാഗാന്ധി, ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. സരള ജീവിതം കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസന്മാർ ശ്രദ്ധിക്കണം, നമ്മൾ സരള ജീവിതം നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് നമ്മൾ മാറ്റണം. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ഒക്കുന്നത്രയും സരള ജീവിതം. ഹല്ലേലൂയ. ലോകം മുഴുവൻ വിറങ്ങലിച്ചു. ലോകം മുഴുവൻ 24 മണിക്കൂറിനകത്ത് അറിഞ്ഞു. റേഡിയോയ്ക്കകത്ത് അറിഞ്ഞു, ഫോണിനകത്തൂടെ അറിഞ്ഞു, സകലരും അറിഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. ലോകം അന്ന് അറിഞ്ഞു കെന്നഡി മരിച്ചത്, മഹാത്മാഗാന്ധി മരിച്ചത്. പക്ഷെ നമ്മുടെ രക്ഷകനായ ദൈവപുത്രനായ മശിഹ മരിച്ചു. 2023 വർഷം കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ അറിഞ്ഞിട്ടില്ല. യേശു മരിച്ചത് എത്ര പേര് കേട്ടിട്ടുണ്ട്? നിങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്? ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ദുഃഖവെള്ളിയാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പറയും? ആരാണ്ടെ കൊന്നെന്ന് പറയും, യേശുവിനെ കൊന്നെന്നും കുറച്ച് പറയും. അതുപോലും അറിയാൻ വയ്യാത്തവരുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് കേട്ടാലും എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. യേശു എന്തിനാണ് വന്നത്? മരിക്കാനായിട്ട് വന്നു, രക്തം ചിന്തി മരിക്കാനായിട്ട് വന്നു. അന്ത്യഭോജനത്തിന് യേശു ക്രിസ്തു ഉയരുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും കേട്ടോ. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. താമസിയാതെ അത് പ്രസിദ്ധീകരിക്കും, നിങ്ങളത് വായിക്കണം. യൂദായുടെ 10 സന്ദേശങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 29 വരെ അതിനകത്ത് വിശദീകരിക്കുന്നു അവൻ്റെ അന്തിമ ഭോജനം. 28-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഹല്ലേലൂയ. അവൻ മരിക്കാനായിട്ട് അവൻ നേരത്തെ വന്നതിന് വേണ്ടിയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിന് 45 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അവന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സ്പോങ് എടുത്തിട്ട് ഒരു കമ്പിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന തുണി കൊണ്ടുള്ള ഒരു പന്തം പോലുള്ളതാണ്. അതിനകത്ത് മുക്കിയിട്ട് വിനാഗിരി കൊടുത്തു. അവൻ കുടിക്കാൻ വിസമ്മതിച്ചു എന്ന് വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു. എന്താ കാര്യം? അത് കുടിച്ചു കഴിയുമ്പോൾ ഞരമ്പൊക്കെ ഒരുമാതിരി ഒന്ന് മരവിക്കും. അപ്പോൾ വേദന കുറച്ചറിയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുടിക്കാൻ വിസമ്മതിച്ചു. അതിന് രുചിയില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവൻ മുഴുവൻ വേദനയും എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും വഹിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ്. പാപത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അവൻ മരിച്ചു. പക്ഷേ ഇത് എത്ര പേരറിഞ്ഞു? എന്തുകൊണ്ട് എത്ര പേർക്കത് മനസ്സിലാകുന്ന വിധത്തിൽ നാം പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ അയൽക്കാരോട് പറയാം, നമ്മുടെ അയൽ ഗ്രാമത്തിലേക്ക് പോകാം, നമുക്ക് കർണാടകത്തിലേക്ക് പോകാം, നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് പോകാം, നമുക്ക് ബീഹാറിലേക്ക് പോകാം, നമുക്ക് ജാർഖണ്ഡിലേക്ക് പോകാം. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് നമുക്ക് പോയിട്ട് പറയാം, അവൻ ജനിച്ചു, അവൻ മരിച്ചു, ഇതില്ലാത്ത സുവിശേഷമല്ല. ഇതെല്ലാം പറയാത്ത സുവിശേഷമല്ല. അവൻ യേശു ക്രിസ്തു ജനിച്ചു, യേശു ക്രിസ്തു മരിച്ചു, അവൻ തൻ്റെ രക്തം ചിന്തി, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ രണ്ടാമതും വരും. ഇതല്ലെങ്കിൽ സുവിശേഷമല്ല. ഇതെല്ലാം പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്ങനെ പറയാം? ഒരു ട്രാക്റ്റ് അടിച്ചു കൊടുത്താട്ട്. നിങ്ങളുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഒരു ട്രാക്റ്റ് അടിച്ച് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി കൊടുത്താട്ടെ. ഒരു ട്രാക്റ്റ് അടിച്ച് കൊടുത്താട്ടെ. അല്ല, വേറെ ആരെങ്കിലും എഴുതിയിട്ടുള്ള ഒരു ട്രാക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു പുസ്തകം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കൊടുത്താട്ടെ. ഈ ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിച്ചിട്ട് ലില്ലിയുടെ വീട്ടിൽ, എൻ്റെ ഭാര്യയുടെ പേരാണ് ലില്ലിയെന്ന്, ലില്ലിയുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു.
ലില്ലിയുടെ സഹോദരൻ മർത്തോമ, പഴയ കാലത്തെ മർത്തോമക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് കുഞ്ഞുട്ടി സാർ, SK എബ്രഹാം. വളരെ മാന്യനായ ഒരു മർത്തോമക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. വീട്ടിൽ വെച്ച് കട്ട് ചെയ്യത്തില്ല. വാളകത്തൊരു ആശുപത്രിയുണ്ട്, അധികവും പാവപ്പെട്ടവരാണ്. അവിടെ ചെന്നും വെച്ച് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. ബാക്കിയുണ്ടെങ്കിൽ ലില്ലിക്ക് ഒരു കഷ്ണം കിട്ടും, ലില്ലിയുടെ അമ്മയ്ക്ക് ഒരു കഷ്ണം കിട്ടും, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അതാണ് ക്രിസ്മസ്. കാർഡ്. എന്തിനാണ് കാർഡ്? എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? ഡൽഹിയിൽ ഒരാൾ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു ദീപാവലിക്ക്. ഒത്തിരി പടക്കം പൊട്ടിക്കുന്നു, പൂത്തിരി കത്തിക്കുന്നു, എല്ലാം കൂടെ കത്തിക്കുന്നു. ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് 500 രൂപ ഇങ്ങനെ പിടിച്ചോണ്ടങ്ങ് കത്തിച്ചു കളഞ്ഞു. ആളുകൾ അയ്യോ എന്തിനാ രൂപ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഞാനും ചെയ്യുന്നത്. നിങ്ങൾ പൂത്തിരി കത്തിച്ചു, നിങ്ങൾ പടക്കം പൊട്ടിച്ചു, ഞാൻ രൂപ കത്തിച്ചു, വ്യത്യാസം എന്താണ്? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ പടക്കം പൊട്ടിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? യേശുവിന് എന്ത് പ്രയോജനം? സഭയ്ക്ക് എന്ത് പ്രയോജനം? നിങ്ങളുടെ അയൽക്കാരന് എന്ത് പ്രയോജനം? എനിക്കിത് കാണുമ്പോൾ സങ്കടം വരും. ദീപാവലി ആയാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, നാം പടക്കം പൊട്ടിക്കുന്നതിന് പകരം ആ രൂപ കൊടുത്തൊരു പാവപ്പെട്ട ഒരാൾക്കൊരു കമ്പിളി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, കൊടുക്കാഞ്ഞിട്ടല്ല പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് പ്രസംഗിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ ചെയ്യുന്നത് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ഇതാ എൻ്റെ 3ാമത്തെ സന്ദേശം. 2022 ഡിസംബർ മാസം 18-ാം തീയതി അർജൻറ്റീന വേൾഡ് കപ്പ് ജയിച്ചു. ഫുട്ബോളിനകത്ത് ജയിച്ചു. രാത്രിയിലാണ് അവർ ജനിച്ചത്. മിനിറ്റുകൾക്കകം സകലരും അറിഞ്ഞു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ സകലരും അറിഞ്ഞു. എന്താ കാര്യം? 2 തൂണിനിടയ്ക്കൂടെ ഒരു പന്തടിച്ചു വിട്ടതാ കാര്യം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ലോകം മുഴുവൻ അറിഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒരു ചാമ്പ്യൻ കപ്പ് ജയിച്ചിട്ടാണ് പോയത്. അവൻ മരണത്തെ കീഴടക്കി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇതെത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ഈ ചാമ്പ്യൻ കപ്പ് അർജൻറ്റീനയ്ക്ക് കിട്ടിയ കപ്പിനെ പറ്റി ഞാനൊന്ന് പഠിച്ചു. 18 കാരറ്റ് ഗോൾഡാണ്, സ്വർണ്ണമാണത്. അതിൻ്റെ വില 144 കോടിയാണ്. അതിൻ്റെ ഉയരം 36.5 അടിയാണ്. എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ച്. അത്രയേ ഉള്ളൂ, ഒരടി കൂടുതൽ. അതിൻ്റെ അവസാനത്തെ അതിൻ്റെ ചുറ്റളവ് 13 സെൻറ്റിമീറ്റർ. അതിൻ്റെ വെയ്റ്റ് 6.175 ഗ്രാമാണ്. 144 കോടി രൂപ വിലയുള്ള ഒരു കപ്പിന് വേണ്ടിയാണ് ഇത്രയും പണം ചെലവാക്കിയതും അധ്വാനിച്ചത്. ഇത് സകലരും അറിഞ്ഞു. നമുക്കും യേശു ക്രിസ്തു ഒരു ചാമ്പ്യൻ കപ്പ് തന്നിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ് ആ ചാമ്പ്യൻ കപ്പ്? അവൻ്റെ ഒഴിഞ്ഞ കല്ലറ. നമ്മൾ എത്ര പേര് ഇതാളെടുക്ക പറഞ്ഞിട്ടുണ്ട്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. അവൻ വീണ്ടും വരുന്നു സഭയെ ചേർത്തുകൊള്ളുവാൻ. നമുക്ക് ഈ ക്രിസ്മസിന് പോകാം, നമുക്ക് തൊപ്പി എറിയാം. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അറിയട്ടെ, നമ്മുടെ ദേശത്തുള്ളവരൊക്കെ അറിയട്ടെ. ഇതെൻ്റെ തൊപ്പിയാണ് കേട്ടോ. ഞാൻ വിദേശ രാജ്യത്ത് പോകുമ്പോൾ തൊപ്പി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ഇന്ത്യ നടക്കത്തില്ല. കാരണം ആളുകൾ പറയും കണ്ട ആൾ തൊപ്പി വെച്ച് നടത്തുക, ആൾമാറാട്ടം നടത്തുക, ഏതാണ്ട് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നമുക്കും തൊപ്പി അറിയാം. സുവിശേഷത്തിൻ്റെ ഒരു പുസ്തകം അയൽക്കാർക്ക് കൊടുക്കാം, നമ്മുടെ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാം, നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ കൊടുക്കാം. യേശുവിനെ പറ്റി നമുക്ക് പറയാം, നമുക്ക് തൊപ്പി അറിയാം. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. ഈ ക്രിസ്മസ് വ്യത്യസ്തമായിരിക്കട്ടെ. നാം കേക്ക് മുറിക്കുന്നതിന് പകരം കേക്കില്ലാത്ത ഒരു വീട്ടിലേക്ക് എന്നിട്ട് കേക്ക് കൊടുക്കാം, ഒരു അനാഥശാലയിലേക്ക് എന്ന് കേക്ക് കൊടുക്കാം. ഹാലയില് 10 പേര് എന്ന് ഒരു അനാഥശാലയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആരും കൊടുക്കാനില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച്, ആരും കൊടുക്കാനില്ലാത്ത ഒരു വീട് കണ്ടുപിടിച്ച്, ആരും കൊടുക്കാനില്ലാത്ത ഒരു ആശുപത്രി കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് നമുക്ക് 2 പാട്ട് പാടി ഒരു ക്രിസ്മസ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നതിന് പകരം നമ്മൾ വേറെ മദ്യക്കുപ്പി പൊട്ടിക്കുന്നതിന്, ഇത് തെറ്റാണ്, പാപമാണ്. മദ്യം യേശു ക്രിസ്തു വന്നത് നിന്നെ കള്ളു കുടിപ്പിക്കാനല്ല. യേശു ക്രിസ്തു വന്നത് നിന്നെ കഞ്ചാവ് പഠിപ്പിക്കാനല്ല. യേശു ക്രിസ്തു വന്നത് നിന്നെ റോഡിൽ കൂടെ ആടി നടക്കാനല്ല. പിന്നെ എന്തിനാണ് അവൻ വന്നത്? പാപികളെ രക്ഷിപ്പാൻ, പാപികളെ തിരഞ്ഞ് രക്ഷിപ്പാൻ. ഈ സുവിശേഷം നാം പറയുന്നില്ല എങ്കിൽ നാം ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ മാസം 25-ാം തീയതി അല്ല, തണുപ്പ് കാലത്തെ അല്ല. കാശ്മീരിലെ തണുപ്പും യെരുശലേമിലെ തണുപ്പും ബേത്ലഹേമിലെ തണുപ്പും ഒരുപോലാണ്. യേശു ക്രിസ്തു വന്ന സമയത്ത് ആട്ടിടയന്മാർ ഗുഹയുടെ പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഗുഹയുടെ പുറത്തെപ്പോഴാണ് കിടന്നുറങ്ങുക? ചൂടുകാലത്ത്. യേശു ക്രിസ്തു ജനിച്ചത് ചൂടുകാലത്ത്, മരിച്ചത് തണുപ്പ് കാലത്ത്. അതുകൊണ്ടാണ് പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പക്ഷേ അതെന്നും ആയിക്കോട്ടെ, എല്ലാവരും ഡിസംബർ 25 എന്ന് പറയുന്നു, നമുക്കും പറയാം 25-ാം തീയതി പറയാം. എന്താ പറയേണ്ടത്? യേശു ജനിച്ചു, അവൻ കാൽവറി ക്രൂശിൽ രക്തം ഒഴുക്കി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി, അവൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവൻ വീണ്ടും രാജാവായിട്ട് വരുന്നു. ഈ സുവിശേഷം നാം മറ്റുള്ളവരോട് പറഞ്ഞില്ല എങ്കിൽ നാം കടക്കാരാണ്. ഈ കടം കൊടുത്തു തീർക്കാം, ആളുകളോട് പറയാം, അടുത്ത വീടുകളിലേക്ക് പോകാം. ഹല്ലേലൂയ. ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ?
സുവിശേഷം പങ്കിട്ടുകൊണ്ട് ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളിനെ പഠിപ്പിക്കാം. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തുമസ് സന്ദേശം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ നാം കടക്കാരാണ്. നമുക്ക് പറയാം, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ജനിച്ച സമയത്ത് 24 മണിക്കൂറിനകത്ത് ദൈവവും മനുഷ്യരും ഈ സുവിശേഷം പ്രസംഗിച്ചു. നാം താമസിച്ചു പോയി. അല്ല, നാം വളരെ താമസിച്ചു പോയി. ഇനിയും താമസിക്കാൻ പാടില്ല. നമുക്ക് എത്രയും വേഗം ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ ഈ സുവിശേഷം പറയാം. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു, അവൻ രക്തം ചിന്തി മരിച്ചു പാപികളെ രക്ഷിപ്പാനായിട്ട്. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നു അവരെ രക്ഷിപ്പാനായിട്ട് അവൻ വീണ്ടും വരും, അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട് വീണ്ടും വരും. ഈ സുവിശേഷം നമുക്ക് സകലരോടും പറയാം. യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരുന്നു തൻ്റെ ഭക്തന്മാരെ ചേർത്ത് കൊള്ളുവാൻ. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ, മോക്ഷം കിട്ടുവാൻ യേശുക്രിസ്തു വിശ്വസിക്കുക. അവനല്ലാതെ വേറെ ഒരു രക്ഷാമാർഗം വേറെ ഇല്ല, ഇല്ല, ഇല്ല. ഈ സുവിശേഷം സകലരോടും, ദ ഗോസ്പൽ മെസ്സേജ് ടു എവരി വൺ ഇൻ അവർ ടൈം. നമ്മുടെ ഈ തലമുറയിൽ നമുക്കിത് ചെയ്തു തീർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. എത്ര സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് ജീസസ് ഫാമിലി ആയിട്ട് ഒരുമിച്ച് വന്നു ചേരുവാൻ, ഈ ക്രിസ്മസ് ദിന പ്രത്യേക എപ്പിസോഡിൽ കണ്ടുമുട്ടുവാൻ സ്വർഗം നമുക്ക് സാവകാശം നൽകിയല്ലോ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ ഉറക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ജനിക്കപ്പെട്ടു എന്നത് ചരിത്ര സംഭവമാണ്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ജനിക്കപ്പെടുന്നത് എത്ര ആനന്ദദായകമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കപ്പെടുന്നത്, നമ്മുടെ രാജാവായിത്തീരുന്നത്, രക്ഷകനായിത്തീരുന്നത് എത്ര വലിയ ആനന്ദമാണ്. അങ്ങനൊരു അവസരം ലഭിക്കാത്ത ആരെങ്കിലും ഇന്ന് ജീസസ് ഫാമിലിയുടെ ഈ പ്രത്യേക എപ്പിസോഡിൽ ഭാഗവാക്കായെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിലും യേശു ജനിക്കട്ടെ. യേശുവിനാൽ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിനോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പാൻ നമുക്കിടയാകുമാറാകട്ടെ. കേൾക്കപ്പെട്ടതായ വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിൽ അനുഗ്രഹിച്ച ദൈവത്തിന് മഹത്വം കരയറ്റാം. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ക്രിസ്തയേശുവിൽ കൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പ്രിയ പിതാവേ, നല്ലതും അനുഗ്രഹിക്കപ്പെട്ടതുമായ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ ക്രിസ്മസ് ദിന പ്രത്യേക പരിപാടിയെ, ഈ പ്രോഗ്രാമിനെ സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഈ അവസാന സമയം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ സന്നിധി ബോധത്തോടായിരിക്കാൻ അങ്ങ് ഞങ്ങൾ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യും. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ അങ്ങ് കരത്തിലെടുത്ത് ഉപയോഗിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, വചനത്തിനു മുമ്പാകെ ഞങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ജീസസ് ഫാമിലിയിൽ ഭാഗവക്കായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ സൃഷ്ടിയുടെയും ഉടയവനാകുന്ന യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്വർഗീയ പിതാവിൻ്റെ ആ നിത്യസ്നേഹത്താൽ എല്ലാവരും നിറയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം എല്ലാത്തിലും മഹത്വപ്പെടണം. എല്ലാ പുകഴ്ചയും പ്രശംസയും അങ്ങയ്ക്ക്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ പിതാവ് ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും, ഇങ്ങനെ ത്രിയേകനാകുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മ സാന്നിധ്യം നാം ഏവരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും
ജീസസ് ഫാമിലിയോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കാലാവസാനത്തോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.